നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. പ്രസിദ്ധമായ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. തൃശ്ശൂർ ജില്ലയിലുള്ള പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പെരിങ്ങോട്ടുകരയിൽ 3 കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിലെ നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന ക്ഷേത്രമാണ് ഇത്. ഇത് വളരെ ഒരു കൗതുകം തോന്നിയ ക്ഷേത്രമാണ്. കാരണം ഇത് ഗോൾഡൻ കളറിലാണ് മൊത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം രസകരമായ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൽ. ഇതുകൂടാതെ ഇതുപോലെ തന്നെ മനോഹരമായ 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് കാണാം. ഇത് വളരെയധികം കൗതുകം തോന്നിയ ഒരു ക്ഷേത്രമാണ്. വളരെയധികം മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ സ്വർണ്ണ നിറത്തിലുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വളരെയധികം ഭംഗിയാർന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രക്കുളമാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് ചുറ്റുവട്ടത്തും ഉള്ള ശില്പങ്ങളും അലങ്കാരങ്ങളുമാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ശിവപാർവതി ശില്പമാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ കാണുന്നത് ശ്രീ അയ്യപ്പൻ്റെ ശില്പമാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ രീതിയിലുള്ള അലങ്കാരങ്ങളും വളരെ ഭംഗിയേറിയതാണ്. വളരെയധികം ഭംഗിയേറിയ ഒരു ക്ഷേത്രമാണിത്. അതുപോലെ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ക്ഷേത്രമാണ് ഇത്. ഇതും ഒരു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രമാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതും വളരെയേറെ ഭംഗിയേറിയ ഒരു ക്ഷേത്രമാണ്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ നിർമ്മിതിയെല്ലാം.
ഇതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെയധികം ഭംഗിയേറിയ ഒരു ക്ഷേത്രമാണ്. വളരെയധികം ഭംഗിയേറിയ ശില്പങ്ങളും മറ്റും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള വളരെയധികം കൗതുകം നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത്. ഇത് സന്ദർശിക്കുന്നതിനായിട്ട് വളരെയധികം ആളുകൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇതെന്ന് തോന്നുന്നുണ്ട്. നിരവധി നൃത്തം പഠിക്കുന്ന നർത്തകികളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ. ഇവിടെ 3 വിഷ്ണുമായ ക്ഷേത്രങ്ങളാണ്, കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെ മൂന്നാമതൊരു ക്ഷേത്രം കൂടിയുണ്ട്, അതും നമുക്ക് കാണാം. എന്നാൽ ഈ 3 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മൾ ഈ മൂന്നാമത് കാണാനായിട്ട് പോകുന്ന ക്ഷേത്രം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അന്വേഷിച്ചതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നമ്മൾ ഈ മൂന്നാമത് കാണാനായിട്ട് പോകുന്ന ക്ഷേത്രമാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതാണ് ഈ 3 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറഞ്ഞു കേട്ട ക്ഷേത്രം. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ സത്യത്തിൽ നിരവധി ഭക്തജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലാണ് കാണാൻ സാധിച്ചത്.